നമസ്കാരം. നാടിൻ്റെ ശബ്ദം വാർത്തയിലേക്ക് ഹാർദവമായ സ്വാഗതം. മണർകാട് പഞ്ചായത്തിലെ ശക്തമായി പോരാട്ടം നേരിടുന്ന വാർഡാണ് വാർഡ് 10. LDF, UDF, NDA സ്ഥാനാർത്ഥികൾ കൂടാതെ ഇവർക്ക് വെല്ലുവിളിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ബേബിച്ചൻ കെ വർഗീസ്. എങ്ങനെയാണ് ബേബിച്ചൻ ഈ 3 സ്ഥാനാർത്ഥികൾക്കും വെല്ലുവിളിയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമ്മുടെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടുകയും എന്നാൽ അവസാന പട്ടികയിൽ വാർഡിന് വെളിയിൽ നിന്നും ഒരാൾ വരികയും പിന്നീട് സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുക്കുകയും ചെയ്തല്ലോ. വിജയസാധ്യത ഉണ്ടായിട്ടും താങ്കളെ പരിഗണിക്കാത്തതിൻ്റെ പ്രതിഷേധമാണോ ഈ വിമത സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ കാരണം? അല്ല, ഞാൻ മത്സരിക്കുന്നത് മണ്ണാട് പഞ്ചായത്തിൻ്റെ 10ാം വാർഡിൽ നിന്ന് 10ാം വാർഡുകാരനായ ഒരു സ്ഥാനാർത്ഥി പോലും മത്സരിക്കുന്നില്ല. 3 രാഷ്ട്രീയ പാർട്ടികൾ നിർത്തിയിരിക്കുന്നത് ഈ വാർഡിന് വെളിയിലുള്ള സ്ഥാനാർത്ഥികളെയാണ്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. ആ ഒപ്പം തന്നെ ഈ നാനാജാതി മതസ്ഥരായ ആൾക്കാർ എന്നോട് ഈ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞാൻ മത്സരിക്കുക. വിജയസാധ്യത ഉണ്ടായിട്ടും ചേട്ടൻ്റെ പേര് പരിഗണിക്കാതെ പുറത്തുനിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിൽ ഗൂഢാലോചന അല്ലെങ്കിൽ അങ്ങനെ പുറകിൽ നിന്ന് ആരുടെയോ സപ്പോർട്ടേലും ഉണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. പക്ഷേങ്കിൽ എനിക്ക് സീറ്റ് തരാഞ്ഞതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. 10ാം വാർഡിനെ സംബന്ധിച്ച് അവിടെ താങ്കളുടെ ഫാമിലിയായ തൊട്ടിയിൽ കുടുംബത്തിൽ നിന്ന് ഒരുപാട് വോട്ടുകളും, അതായത് പാരമ്പര്യമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ താങ്കൾ ഈ കോൺഗ്രസിൽ നിന്ന് മാറി സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നതിൽ നമ്മുടെ ഫാമിലിയുടെ അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടോ? അവർ എന്ത് പറയുന്നു ഫാമിലി? ഇതിനകത്ത് ഫാമിലി ബന്ധങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. ഞാൻ മത്സരിക്കുന്നത് ജനങ്ങളുടെ വോട്ട് മേടിക്കാൻ വേണ്ടിയാണ്, ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അതിനകത്ത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുടെയും പിന്തുണ എനിക്കുണ്ട്. 100% വിജയപ്രതീക്ഷയുണ്ട് ആ കാര്യത്തിൽ. താങ്കളുടെ ഭാര്യ ലിസി ബേബിച്ചൻ 2 തവണ മത്സരിച്ച് വിജയിച്ച ഒരു വാർഡാണ് 10ാം വാർഡ്. അവിടെ അന്നത്തെ വികസനം ആണോ ഇന്നും താങ്കളെ വോട്ടർമാരെ കാണുമ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ലിസി ബേബിച്ചൻ്റെ വികസനത്തിന് ചൂട് പിടിച്ചാണ് ഞാൻ വീണ്ടും മത്സരിക്കുന്നത്. ലിസി ബേബിച്ചൻ 10ാം വാർഡ്, അതായത് മുൻ വാർഡ് 9 ആയിരുന്നപ്പം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് അന്ന് ഈ വാർഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. അതിനുശേഷം 10 വർഷം കൊണ്ട് ഈ 9ാം വാർഡിനെ നല്ല ഒരു നിലയിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞാൽ 9ാം വാർഡെന്ന് പറയുന്നത് കുറ്റമറ്റ ഒരു വാർഡാണ്. ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഫിൽസൺ മാത്യൂസിൻ്റെയും ഒക്കെ ഫണ്ട് മേടിച്ച് ഒരു 17 ലക്ഷം രൂപ കൊടുത്ത് 85 കുടുംബങ്ങൾക്ക് നല്ലൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കാൻ സാധിച്ചു. ജോസ് കെ മാണിയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും ഫണ്ട് മേടിച്ചുകൊണ്ട് ഈ വാർഡിലെ റോഡുകളുടെ എല്ലാം വികസനം നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു 10 വർഷം കൊണ്ട്. ആ ഒരു ആത്മബലത്തിലാണ് ഞാൻ വീണ്ടും മത്സരിക്കാൻ മുമ്പോട്ട് വന്നിരിക്കുന്നത്. ഈ 10ാം വാർഡിൽ ഇനിയും എന്തൊക്കെ സ്വപ്നങ്ങളാണ്, അതായത് എന്തൊക്കെ വികസനങ്ങൾ കൊണ്ടുവരാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ്? 10ാം വാർഡിൻ്റെ സമഗ്ര വികസനമാണ്. ഒരു റോഡുകളുടെ കാര്യത്തിലൊക്കെ 10ാം വാർഡ് ഏകദേശം 100% സ്വയം പര്യാപ്തത നേടിയതാണ്. ഇനി മറ്റുള്ള വികസനങ്ങൾ, അതായത് കുടിവെള്ള പദ്ധതി ഈ 15 വർഷം മുമ്പ് സ്ഥാപിച്ചിട്ട് ഇന്ന് അതിൻ്റെയൊക്കെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതൊക്കെ പുനരുദ്ധരിച്ച് ഏത് രീതിയിലായാലും ജനങ്ങൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനൊക്കുമോ അതെല്ലാം ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഇതിനോടകം UDF കേന്ദ്രങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ താങ്കൾ സ്വതന്ത്രനായിട്ട് നോമിനേഷൻ കൊടുത്ത കാര്യം. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചർച്ചയോ അല്ലെങ്കിൽ എന്തെങ്കിലും? ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും വിളിച്ചിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും ഇനി വിളിച്ചാൽ ഇല്ല, ഞാൻ മുമ്പോട്ട് വെക്കാനുണ്ടോ? ഇല്ല, ഞാൻ ജനങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് എന്നതായാലും മത്സരിക്കും. അത് വിജയം കണ്ടേ നിർത്തുള്ളൂ. അല്ലാതെ മറ്റേ വേറെ ഓഫറുകളോ എന്തെങ്കിലും? എന്ത് ഓഫർ വന്നാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറുന്ന വിഷയം ഉദിക്കുന്നില്ല. എന്നെ നിർത്തിയിരിക്കുന്ന ജനങ്ങളാണ്. ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. അവരെല്ലാവരും എന്നെ ഇവിടെ വന്ന് കണ്ട് സ്ഥാനാർത്ഥി ആകണമെന്ന് പറഞ്ഞു. അതിൻ്റെ പേര് ഞാൻ നോമിനേഷൻ കൊടുത്തു. വിജയിക്കുന്നവരെ ഞാൻ മുമ്പോട്ട് പോയിരിക്കും. ഈ വാർഡിൽ ഏത് രീതിയിലുള്ള നമ്മൾ വോട്ടർമാരെ കാണുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്ന ഏതൊക്കെ രീതിയിലാണ്? ഈ വാർഡിൻ്റെ ഘടന എന്തൊക്കെയാണ്? ഈ വാർഡ് മാലം കവലയിൽ നിന്ന് തുടങ്ങി മൺറാട് പള്ളി ജംഗ്ഷനിലാണ് ഈ വാർഡിൻ്റെ ഓരോതിൽ അവസാനിക്കുന്നത്.
നേരത്തെ 9-ാം വാർഡെന്ന് പറയുമ്പം അത് മണർകാട് കാവ് ഭഗവതി ക്ഷേത്രം കൂടെ കൂടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് പുതിയ വാർഡ് രൂപീകരണം വന്നപ്പം മണർകാട് പള്ളി ഉൾപ്പെടുന്നൊരു വാർഡായിട്ട് ഇത് മാറി. അപ്പം ഈ വാർഡുകളിലൊക്കെ ജനങ്ങളുമായിട്ട് നല്ല ബന്ധമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അത് ഗുണം ചെയ്യും എന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് വന്നിരിക്കുന്നത്. സെൻറ്റ് മേരീസ് യാക്കോബിറ്റ് ചർച്ച് സ്ഥിതി ചെയ്യുന്ന ഈ വാർഡിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ വിജയിക്കുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.